വികാരക്ഷോഭം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. സഭാപ്രസംഗി 11:1 മുതൽ 10 വരെ. ചിന്തയ്ക്കായിട്ട് 10-ാം വാക്യം. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. ബാല്യവും യൗവനവും മായയത്രേ. ഭർതൃഗൃഹത്തിൽ കാലുകുത്തുമ്പോൾ തുടങ്ങും മനം പുരട്ടലും ഛർദിയും. ഒരു യുവതിയുടെ ദയനീയ കഥയാണിത്. സ്വന്തം മാതാപിതാക്കളോടൊത്ത് താമസിക്കുമ്പോൾ യാതൊരു രോഗലക്ഷണവും ഉണ്ടായിരിക്കുകയില്ല. ഭിഷുക്കരന്മാർക്ക് ആ രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാനോ ചികിത്സിച്ച് ഭേദമാക്കാനോ കഴിഞ്ഞില്ല. പക്ഷേ മനഃശാസ്ത്രജ്ഞന് കാരണം മനസ്സിലായി. അമ്മാവിയമ്മ അവൾക്കൊരു പേടി സ്വപ്നമായിരുന്നു. അമ്മാവിയമ്മയോടൊത്ത് അവൾക്ക് താമസിക്കാനുള്ള വിസമ്മതവും അവരോടുള്ള വിദ്വേഷവുമായിരുന്നു രോഗലക്ഷണമായി പ്രത്യക്ഷപ്പെട്ടത്. ഡൊണ്ണ കോൾ എന്ന സുന്ദരിയായ 18-കാരി ഒരു ദിവസം ഒരു ഡെന്റിസ്റ്റിൻ്റെ ക്ലിനിക്കിൽ പോയി. തിരിച്ചു വന്നത് മനം പുരട്ടലോടെയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഛർദി തുടങ്ങി, ഒപ്പം വയറിളക്കവും. ശാരീരികമായ യാതൊരു രോഗ കാരണവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ ഭംഗിയുള്ള പല്ലുകളെല്ലാം പറിച്ച് കളയണമെന്ന് ഡെന്റിസ്റ്റ് പറഞ്ഞതിനെ തുടർന്നാണ് ഈ അസുഖം ആരംഭിച്ചത്. പല്ല് പറിക്കുന്നത് മൂലം തൻ്റെ സൗന്ദര്യത്തിനുണ്ടാകുന്ന കോട്ടത്തെ പറ്റിയുള്ള ഉത്കണ്ഠ അവളുടെ മസ്തിഷ്കത്തിലെ വൈകാരിക കേന്ദ്രത്തിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. വൈകാരികമായ ആ പിരിമുറുക്കം ഞരമ്പുകളിലേക്ക് വ്യാപിക്കുകയും അവളുടെ ആമാശയ കവാടത്തിലെ പേശികളെ വരിഞ്ഞു മുറുക്കുകയും ചെയ്തതായിരുന്നു ആ ഛർദിയുടെയും തുറന്നുള്ള അസ്വസ്ഥതകളുടെയും കാരണം. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വൈകാരിക കേന്ദ്രത്തിൽ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പല വിധത്തിലുള്ള രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. മനുഷ്യൻ്റെ രോഗങ്ങളിൽ 2/3 വൈകാരികമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ അസന്ദിഗ്ധമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ദഹനേന്ദ്രിയത്തിലുണ്ടാകുന്ന താൽക്കാലികമായ തകരാറുകൾ മാത്രമല്ല, കഠിനമായ തലവേദന, സന്ധിവാതം, പ്രമേഹം, കാലുകൾ മരവിക്കുക, ആസ്തമ, ത്വക്ക് രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ആമാശയത്തിലും കുടലിലും വ്രണമുണ്ടാകുക, മൂത്രാശയ സംബന്ധമായ സുഖക്കേടുകൾ, ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി രോഗങ്ങളും വൈകാരിക ക്ഷോഭം മൂലം ഉണ്ടാകുമെന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ മനുഷ്യനെ ആക്രമിക്കുന്ന രോഗാണുക്കളെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം, അവൻ്റെ ശ്രദ്ധയും. എന്നാൽ ഇന്ന് മനുഷ്യ മനസ്സിനെ വലിഞ്ഞു മുറുക്കുന്ന സമ്മർദ്ദങ്ങളെയും ആകുലചിന്ത ഭാരത്തെയും അകറ്റി നിർത്താനുള്ള വഴി എന്താണെന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മഹാജ്ഞാനിയായിരുന്നു സോളമൻ പറഞ്ഞ വേദഭാഗമായിരുന്നുവല്ലോ ഇന്നത്തെ വായനാഭാഗം. അക്കാലത്തും ആകുല ചിന്തകൾ മനുഷ്യനെ രോഗികളാക്കിയിരുന്നു എന്ന് സ്പഷ്ടം. എങ്ങനെയാണ് നമ്മെ അലട്ടുന്ന ആകുല ചിന്തകളെ അകറ്റി നിർത്തുക? യേശു ക്രിസ്തു പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്രകാരം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരടി കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു ചുവട്ടടി കൂടി നീട്ടാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആകാശത്ത് സ്വച്ഛന്തം പറന്നു നടക്കുന്ന കിളികളെ ചൂണ്ടി കാണിച്ചുകൊണ്ട് ആ പറവുകളെ പോറ്റുന്നവൻ നമ്മെ എത്രയധികമായി പോറ്റുമെന്നും അവിടുന്ന് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെ. ഇങ്ങനെയുള്ളൊരു പ്രേമ സ്വരൂപൻ്റെ കൈകളിൽ നമ്മെ അർപ്പിക്കുകയല്ലാതെ ആദിവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. ഓർക്കണമേ, മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളത് പ്രകൃതിയിലുണ്ട്, അത്യാഗ്രഹത്തിനുള്ളത് ഇല്ലതാനും. സദൃശവാക്യം 12:25. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസ്.